നിലമ്പൂരിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വില്ലിയുടെ മൃതദേഹവുമായി വാണിയമ്പുഴയിലേക്ക് പോയ ഡിങ്കി ബോട്ട് തകരാറിലായി. നിയുക്ത MLA ആര്യടൻ ഷൗക്കത്തും ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥരും അക്കരെ കുടുങ്ങി. വിവരങ്ങളുമായി രമ്യദാസുണ്ട്. രമ്യ, ഇതെപ്പോഴാണ് ഇതിന്റെ സംഭവം? എന്താണ് ഈ ബോട്ട് തകരാറിലാവാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്? ഇവരെ തിരിച്ചെത്തിക്കാനായോ അതിപ്പോഴും അക്കരെ തന്നെ തുടരുകയാണോ? നിലവിൽ നിലമ്പൂരിലെ നിയുക്ത MLA ആര്യടൻ ഷൗക്കത്തും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സംഘം വാണിയമ്പുഴ ഉന്നതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ 3 മണിയോട് കൂടിയിട്ടാണ് ഇവർ അങ്ങോട്ട് ഈ മൃതദേഹവുമായി വാണിയമ്പുഴ ഉന്നതിയിലേക്ക് പുറപ്പെട്ടത്. ഈ പുറപ്പെട്ട ഡിങ്കി ബോട്ടാണ്ട് രണ്ട് ഡിങ്കി ബോട്ടുകളിലായിട്ടായിരുന്നു ഇത്തരത്തിൽ ഇവർ സഞ്ചരിച്ചിരുന്നത്. ഈ 2 ഡിങ്കി ബോട്ടിന്റെയും എഞ്ചിൻ തകരാറിലായത് തുടർന്നാണ് നിലവിൽ ഇവരവിടെ പെട്ടിട്ടുള്ളത്. ഇവരെ തിരിച്ചെത്തിക്കൽ നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റു സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടാണ് ഇവരെ തിരികെ എത്തിക്കുക. നിലവിൽ ഈ ചാലിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ശക്തമായ ശരി, നിലമ്പൂർ വാണിയമ്പുഴയിലെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വില്ലിയുടെ മൃതദേഹവുമായി പോയ MLA അടക്കമുള്ള സംഘങ്ങളാണ് ബോട്ട് തകരാറിലായതിനെ തുടർന്ന് അവിടെ കുടുങ്ങിയിരിക്കുന്നത്. ഇവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. രമ്യദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.